നമസ്കാരം. റിയൽ വേ ടു ലേണിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നിയമസഭയെക്കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനത്ത് നിയമനിർമ്മാണത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം വഹിക്കുന്ന ജനപ്രതിനിധി സഭയാണ് സംസ്ഥാന നിയമസഭ. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇത് വിധാൻ സഭ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 168 മുതലുള്ള വകുപ്പുകളിലാണ് നിയമസഭയെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാന ഗവർണറും നിയമനിർമ്മാണ സഭയും ചേരുന്നതാണ് സംസ്ഥാന നിയമസഭ. ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിൽ 500-ൽ കവിയാത്തതും 60-ൽ കുറയാത്തതുമായ അംഗങ്ങൾ അടങ്ങിയിരിക്കേണ്ടതാണെന്ന് ഭരണഘടനയുടെ 70-ാം വകുപ്പ് പറയുന്നു. ഇതിൽ 333-ാം അനുച്ഛേദത്തിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ നാമനിർദ്ദേശമുണ്ടെങ്കിലും 2020 ജനുവരിയിൽ 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് നിർത്തലാക്കി. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ, ജനാധിപത്യത്തിൻ്റെ ഉരകല്ല് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭകൾക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരത്തെ ഇപ്പോഴുള്ള നിയമസഭാ മന്ദിരത്തിന് 1979 ജൂൺ 4-ന് അന്നത്തെ രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡി തറക്കല്ലിട്ടു. 1998 മെയ് 22-ന് അന്നത്തെ രാഷ്ട്രപതി KR നാരായണൻ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1998 ജൂൺ 30-ന് പുതിയ മന്ദിരത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തി EK നയനാരാണ്. 1980, 1987, 1996 എന്നിങ്ങനെ 3 തവണയായി മുഖ്യമന്ത്രിയായ അദ്ദേഹം 4009 ദിവസം ഈ പദവിയിലിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 1979 ഒക്ടോബർ 12 മുതൽ ഡിസംബർ 5 വരെ കേവലം 54 ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചത്. നിയമസഭയെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.